ഹേ ഗേസ്, നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലോട്ട് വന്നേക്കുവാണേ. ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കണക്കിരിക്കും. ചിലവർ ഓഡിറ്റോറിയത്തിൽ, ചിലവർ വീട്ടിൽ. ഈ നിൽക്കുന്നതാണേ കൊച്ചി. ഇതിനെ അന്നത്തെ ദിവസം ബ്രൈഡ് കണക്കാണ് ഒരുക്കുന്നത്. ഈ റൂമിലോട്ടൊന്നും ബോയ്സിന് എൻ്റെ ഇടില്ല. പിന്നെ ഇത് ക്രിസ്ത്യൻ രീതിയിലായതുകൊണ്ട് പള്ളിയിൽ നിന്ന് അച്ഛനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയുടെ ബ്രദറാണല്ലോ തമിഴ് കൾച്ചർ അനുസരിച്ച് ഫ്യൂച്ചർ ഹസ്ബൻഡ്. അപ്പം പുള്ളിക്കാരൻ 2 മാല കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ മാല ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് കഴിയുമ്പോഴാണ് ഈ ഫംഗ്ഷൻ സ്റ്റാർട്ടാകുന്നത്. പിന്നെ അമ്മയ്ക്ക് വേറെ ബ്രദർ ഉണ്ടെങ്കിൽ അവരും ഇതേ കണക്ക് ഒരു പൂമാല വാങ്ങിച്ച് കഴുത്തിയിട്ടിട്ട് പ്രാർത്ഥിക്കും. എന്തോ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ വായും പൊളിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ ഗോൾഡ്, ക്യാഷ്, പാത്രം, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെയാണോ അതെല്ലാം ഈ കുട്ടിക്ക് കൊടുക്കണം. അതോടെ ഈ ഫംഗ്ഷൻ ക്ലോസ് ആകും. പിന്നെ പള്ളിയിൽ നിന്ന് അച്ഛനെ നമ്മൾ ഫസ്റ്റ് വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഫുഡ് ഫസ്റ്റ് അച്ഛന് കൊടുക്കണം. അച്ഛന് കൊടുത്തിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതോടെ ഫംഗ്ഷൻ തീർന്നു.